കുഴപ്പമില്ല, ചതിച്ച് നല്ലോണം പല ചതിച്ചിട്ടുണ്ട്. നല്ലൊരു വണ്ണല്ലായിരുന്നു റിയലി. താങ്ക് യു. ഒന്നും പറയാനില്ല കേട്ടോ. കുഴപ്പമില്ല. ചതിച്ചോ? എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെയുണ്ട്? നടന്ന് എന്താണ് കടന്ന സംഭവം? 4 മണിക്കും കൊള്ളാം. സെക്കൻഡ് ഹാഫിന് വേണ്ടി തന്നെ വെയിറ്റിംഗ് ആണ്. കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഗ്രാഫിക്സ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ 3D നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ല സൗണ്ട്. രാവിലെ 4 മണിക്ക് വന്നു സിനിമ. അതെ, രാവിലെ വന്ന് സിനിമ കണ്ട്. പ്രത്യേകിച്ച് സിനിമ സെക്കൻഡ് ഹാഫ് ഉണ്ട്. പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല, കാരണം നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ്. പിന്നെ സ്റ്റോറി ഇനിയിപ്പം സെക്കൻഡ് ഹാഫ് കണ്ടറിയാം. എല്ലാവരും കാണട്ടെ അല്ലേ? നമ്മള് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പിന്നെ നന്നായിട്ടുണ്ടായിരുന്നു. 3D തന്നെ മെയിനായിട്ട് കണ്ടോണ്ടായിരിക്കും കുറച്ചുകൂടി ഗ്രാഫിക്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂർ ഡ്യൂറേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ചെറിയ. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുഴപ്പമില്ല. യെസ്, അല്ല സെക്കൻഡ് പാർട്ടിന് ഇനിയാണ്. ഞാൻ പൊതുവെ എല്ലാ സിനിമയും കാണാറുണ്ട്. എല്ലാവർക്കും എൻ്റെ പൊതുവേ ഉള്ള ഒരു അഭിപ്രായം പറഞ്ഞാണ്. പടം ഒരു ഒന്നുമില്ല. ഇല്ലില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല പടം. എന്ന് പറയുമ്പോൾ സൂര്യയുടെ ഒരു കംബാക്ക് പ്രതീക്ഷിച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ ശിവ ആയതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും പടത്തിലൊന്നുമില്ല. ഒരു ഓക്കെ ആയിട്ടൊന്നും പറയാനായിട്ടൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. ആ ഒരു ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു കാറിലും അതൊക്കെയാണ്. ഒരു ഒന്നുമില്ല. എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട് ഏട്ടാ പടം? എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട്? ഉണ്ടെന്ന് വേണേൽ പറയാം. ചില ഏരിയയിലൊക്കെ CGIയും കാര്യങ്ങളും വിഷ്വൽ എഫക്ട്സ് ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സോളിഡായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇല്ലെന്ന് തന്നെയാണുള്ളത്. ചില ഡയലോഗ്സ് ഒക്കെ കൊള്ളാം, അങ്ങനെയുള്ള ഒരു സോളിഡായിട്ട് സ്ക്രിപ്റ്റ് ഇല്ല. സൂര്യ നല്ല മാക്സിമം കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഒരു 100%. വലിയ ശോകം. 3D മടുപ്പ്. സൂര്യയുടെ കുറെ നാളിന് ശേഷമുള്ള തിയേറ്റർ റിലീസ് അല്ലേ? ശോകം.